എല്ലാവർക്കും നമസ്കാരം. പുതിയ വീഡിയോയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. വാലന്റൈൻസ് ഡേ പ്രമാണിച്ച് തിയേറ്ററുകളിലേക്ക് റിലീസിച്ച 3 സിനിമകളുടെ അടക്കം വിവിധ സിനിമകളുടെ ഏറ്റവും പുതിയ ബോക്സ് ഓഫീസ് അപ്ഡേറ്റുകളാണ് ഈ വീഡിയോയിലൂടെ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത്. ആദ്യത്തെ സിനിമ വാലന്റൈൻസ് ഡേ പ്രമാണിച്ച് തിയേറ്ററുകളിലേക്ക് റിലീസിച്ച മികച്ച അഭിപ്രായങ്ങളും മികച്ച കളക്ഷനുമായി മുൻപോട്ട് പോകുന്ന ബ്രോമാൻസ് എന്ന സിനിമയുടെ കളക്ഷൻ റിപ്പോർട്ടുകളാണ്. അരുൺ ഡിജോസിന്റെ സംവിധാനത്തിൽ മാത്യു തോമസ്, അർജുൻ അശോകൻ, മഹിമ നമ്പ്യാർ, സംഗീത് പ്രതാപ്, ശ്യാം മോഹൻ തുടങ്ങിയവർ അഭിനയിച്ച് ഫെബ്രുവരി മാസം 14-ാം തീയതി വാലന്റൈൻസ് ഡേ പ്രമാണിച്ച് തിയേറ്ററുകളിലേക്ക് റിലീസെത്തിയ മലയാളത്തിലെ ഏറ്റവും പുതിയ സിനിമയാണല്ലോ ബ്രോമാൻസ്. തിയേറ്ററിൽ നിന്നും ഹെവി പോസിറ്റീവ് അഭിപ്രായങ്ങൾ നേടിയ സിനിമ നിലവിൽ 4 ദിവസങ്ങൾ കേരള ബോക്സ് ഓഫീസിലും വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിലും പിന്നിട്ടിരിക്കുകയാണ്. 4 ദിവസമായി ഇന്നലെ ചിത്രം കേരള ബോക്സ് ഓഫീസിൽ നിന്നും മാത്രം 75 ലക്ഷം രൂപയാണ് ഗ്രോസ് കളക്ഷൻ നേടിയിരിക്കുന്നത്. അങ്ങനെ ആദ്യ 4 ദിവസം കൊണ്ട് ചിത്രം കേരള ബോക്സ് ഓഫീസിൽ നിന്നും മാത്രം 4,75,00,000 എത്തിയിരിക്കുകയാണ്. ഇനി വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് അപ്ഡേറ്റിലേക്ക് വരികയാണെങ്കിൽ 4 ദിവസം കൊണ്ട് ചിത്രത്തിന്റെ വേൾഡ് വൈഡ് ഗ്രോസ് കളക്ഷൻ ഏകദേശം 11 കോടിയിലേക്കും എത്തപ്പെട്ടിരിക്കുകയാണ്. അപ്പോൾ കാത്തിരിക്കൂ ചിത്രത്തിന്റെ ഏറ്റവും പുതിയ ബോക്സ് ഓഫീസ് അപ്ഡേറ്റുകൾ അറിയാനായി. വാലന്റൈൻസ് ഡേ പ്രമാണിച്ച് തിയേറ്ററുകളിലേക്ക് റിലീസെത്തിയ രണ്ടാമത്തെ മലയാള സിനിമയാണല്ലോ ആന്റണി വർഗീസ് പെപ്പൻ നായകനായി എത്തിയ ദാവീദ്. ഈ സിനിമയ്ക്കും ആ ദിവസം മുതലേ പോസിറ്റീവായിട്ടുള്ള അഭിപ്രായമാണ് കിട്ടിയിരുന്നത്. ഇപ്പോഴത്തെ ചിത്രം 4 ദിവസങ്ങൾ കേരള ബോക്സ് ഓഫീസിലും വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിലും പിന്നിടുമ്പോൾ 4-ാം ദിവസമായി ഇന്നലെ ചിത്രം കേരള ബോക്സ് ഓഫീസിൽ നിന്ന് മാത്രം 50 ലക്ഷം രൂപയാണ് ഗ്രോസ് കളക്ഷൻ നേടിയിരിക്കുന്നത്. അങ്ങനെ ആദ്യ 4 ദിവസം കൊണ്ട് ചിത്രം കേരള ബോക്സ് ഓഫീസിൽ നിന്ന് മാത്രം 3,60,00,000 എത്തിയിരിക്കുകയാണ്. അതേസമയം വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ 4-ാം ദിവസമായി ഇന്നലെ ചിത്രം 1 കോടിയോളം രൂപയാണ് ഗ്രോസ് കളക്ഷൻ നേടിയിരിക്കുന്നത്. അങ്ങനെ ആദ്യ 4 ദിവസം കൊണ്ട് ചിത്രത്തിന്റെ വേൾഡ് വൈഡ് ഗ്രോസ് കളക്ഷൻ 6 കോടിയിലേക്കും എത്തിയിരിക്കുകയാണ്. അടുത്ത സിനിമ വാലന്റൈൻസ് ഡേ പ്രമാണിച്ച് തിയേറ്ററുകളിലേക്ക് റിലീസെത്തിയ 3-ാമത്തെ മലയാള സിനിമയാണല്ലോ പൈങ്കിളി. സജിൻ ഗോപു, അൻസ് രാജൻ തുടങ്ങിയവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി തിയേറ്ററുകളിലേക്ക് റിലീസെത്തി മിക്സ്ഡ് ആയിട്ടുള്ള അഭിപ്രായങ്ങൾ നേടിയ സിനിമ 4-ാം ദിവസമായി ഇന്നലെ ചിത്രം കേരള ബോക്സ് ഓഫീസിൽ നിന്ന് മാത്രം 30 ലക്ഷം രൂപയാണ് ഗ്രോസ് കളക്ഷൻ നേടിയിരിക്കുന്നത്. അങ്ങനെ ആദ്യ 4 ദിവസത്തെ ചിത്രത്തിന്റെ കേരള ഗ്രോസ് കളക്ഷൻ 2,40,00,000 എത്തിയിരിക്കുകയാണ്. അതേസമയം ആദ്യ 4 ദിവസത്തെ ചിത്രത്തിന്റെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് അപ്ഡേറ്റിലേക്ക് വരികയാണെങ്കിൽ ആദ്യ 4 ദിവസത്തെ ചിത്രത്തിന്റെ വേൾഡ് വൈഡ് ഗ്രോസ് കളക്ഷൻ 3,70,00,000 എത്തിയിരിക്കുകയാണ്. അപ്പോൾ കാത്തിരിക്കൂ ചിത്രത്തിന്റെ ഏറ്റവും പുതിയ ബോക്സ് ഓഫീസ് അപ്ഡേറ്റുകൾ അറിയാനായി. അടുത്ത സിനിമ ബോളിവുഡിൽ നിന്നും കഴിഞ്ഞ ആഴ്ച തിയേറ്ററുകളിലേക്ക് റിലീസെത്തിയ ഏറ്റവും പുതിയ പാൻ ഇന്ത്യൻ ബിഗ് ബഡ്ജറ്റ് സിനിമയാണല്ലോ ചാവ. വിക്കി കൗശൽ, രശ്മിക മന്ദാന, അക്ഷയ് ഖന്ന തുടങ്ങിയവർ അഭിനയിച്ച സിനിമയ്ക്ക് ഹെവി പോസിറ്റീവ് അഭിപ്രായങ്ങളാണല്ലോ കിട്ടിയിരുന്നത്. ഈ ഒരു സിനിമയും 4 ദിവസങ്ങൾ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ പിന്നിട്ടുമ്പോൾ ചിത്രത്തിന്റെ ആദ്യ 3 ദിവസത്തെ ഒഫീഷ്യലായിട്ടുള്ള വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് അപ്ഡേറ്റുകൾ പുറത്തുവരുമ്പോൾ ആദ്യ ദിനം ചിത്രം വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ 50 കോടി രൂപ ഗ്രോസ് കളക്ഷൻ നേടിയ സിനിമ ആദ്യ 2 ദിവസം കൊണ്ട് ചിത്രം വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ 100 കോടിക്ക് മുകളിൽ രൂപ ഗ്രോസ് കളക്ഷൻ നേടിയപ്പോൾ ആദ്യ വീക്കെൻഡിൽ തന്നെ ചിത്രം വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ 164 കോടി എന്ന വമ്പൻ കളക്ഷനിലേക്ക് എത്തിയിരിക്കുകയാണ്. ഈ വർഷം തിയേറ്ററുകളിലേക്ക് റിലീസെത്തിയ ബോളിവുഡ് സിനിമകളിൽ വെച്ച് ഏറ്റവും മികച്ച കളക്ഷനും അതുപോലെ തന്നെ ഏറ്റവും മികച്ച അഭിപ്രായങ്ങൾ നേടുന്ന സിനിമ കൂടെ ഇതിനോടകം തന്നെ ചാവ മാറിയിരിക്കുകയാണ്. അപ്പോൾ കാത്തിരിക്കൂ ചിത്രത്തിന്റെ വരാൻ പോകുന്ന ഏറ്റവും പുതിയ ബോക്സ് ഓഫീസ് അപ്ഡേറ്റുകൾ അറിയാനായി. അതോടൊപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ലൈക്ക് ചെയ്യാനും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യേണ്ട കാര്യം കൂടി ഒന്ന് പരിഗണിക്കേണ്ടതാണ്. പുതിയ വീഡിയോ ആയിട്ട് വരുന്നവരേക്കും എല്ലാവർക്കും നന്ദി, നമസ്കാരം.